IWCampusന്റെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ നമ്മുടെ ഡേറ്റാ സെന്റേഴ്സിന്റെ ഒക്കെ കാര്യങ്ങൾ പറയുന്ന വിർച്വലൈസേഷന്റെ ഒക്കെ പറയുന്ന ആ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നമ്മൾ കണ്ടായിരുന്നു ഒരു ക്ലൗഡ് ഡേറ്റാ സെന്റർ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കംപ്ലീറ്റ് വിർച്വലൈസേഷൻ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒന്നിലധികം ഡേറ്റാ സെന്റേഴ്സ് ഈ ഒരു ക്ലൗഡിനെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ആയിട്ടായിരുന്നു നമ്മൾ ആ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. അതേപോലെ ഏറ്റവും കൂടുതൽ ലൊക്കേഷൻസിൽ ഡേറ്റാ സെന്റേഴ്സ് ഉള്ള ക്ലൗഡ് സർവീസ് പ്രൊവൈഡേഴ്സ് ആണ് അവർക്ക് ഏറ്റവും കൂടുതൽ യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ യൂസേഴ്സ് അവരുടെ ക്ലൗഡ് സർവീസ് ആക്സസ് ചെയ്യുമ്പോൾ തന്നെ ലെറ്റൻസി കുറഞ്ഞ നെറ്റ്വർക്കുകൾ ക്രിയേറ്റ് ചെയ്യാനും ലെറ്റൻസി കുറവായിട്ട് ആപ്ലിക്കേഷൻ അവൈലബിൾ ആക്കാനും പറ്റുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ നേരത്തെ ആ ഒരു വീഡിയോയിൽ നമ്മളത് പറഞ്ഞിരുന്നു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് മൈക്രോസോഫ്റ്റ് അഷ്യൂർ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിന്റെ ക്ലൗഡിന് എത്ര ഡേറ്റാ സെന്റേഴ്സ് ഉണ്ട് ഗ്ലോബലി, എങ്ങനെയാണ് അവർ അവൈലബിൾ ആകുന്നത്, അവരുടെ ക്ലൗഡ് സർവീസ് ഒക്കെ എങ്ങനെയാണ് റൺ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് കോൺസെപ്റ്റുകളാണ് നോക്കുന്നത്. അതിൽ ഒന്നാണ് റീജൻ, രണ്ടാമത് അവൈലബിലിറ്റി സോൺ. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും നോക്കുന്നത്. ഇവിടെ നോക്കിയാൽ ഈ ഒരു ഗ്ലോബിന്റെ പടത്തിൽ അഷ്യൂറിന്റെ ഈ ഒരു ബ്ലൂ കളറിലെ മാർക്ക് ചെയ്തേക്കുന്നൊക്കെ അവരുടെ റീജൻസ് ആണ്. അഷ്യൂറിന് കുറേ റീജൻസ് ഉണ്ട്. ആ റീജൻസ്, ഒരു റീജൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു ഡേറ്റാ സെന്ററെങ്കിലും, ഒരു ക്ലൗഡ് ഡേറ്റാ സെന്ററെങ്കിലും മിനിമം ഒരു ലൊക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒരു റീജനാക്കി നമുക്ക് റീജൻ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ലൊക്കേഷൻ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അസ്യൂം ചെയ്യുക, കേരളത്തിനെ നമ്മൾ ഒരു റീജൻ ആക്കുകയാണ്, അഷ്യൂർ ഒരു റീജൻ ആക്കി പ്രഖ്യാപിച്ചു എന്ന് വെച്ചു. അതായത് ഇന്ത്യ, സൗത്ത് ഇന്ത്യയുടെ ഒരു റീജൻ കേരളം ആണെന്ന് വെച്ചിട്ടുണ്ട്. അന്നേരം കേരളത്തിൽ ഇപ്പം നമ്മുടെ കൊച്ചിയിൽ ഒരു ഡേറ്റാ സെന്റർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിപ്പം ഇന്ത്യ കൊച്ചി ഡേറ്റാ സെന്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അപ്പം ഇന്ത്യ കൊച്ചി ഡേറ്റാ സെന്റർ എന്ന് പറയുമ്പോൾ ഒരു മിനിമം ഒരു ഡേറ്റാ സെന്റർ ഉണ്ടെങ്കിൽ അതൊരു റീജനാണ്. അപ്പോൾ ഇന്ത്യ കൊച്ചി റീജൻ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഇൻ കേസ് കൊച്ചിയെ ബേസ് ചെയ്തിട്ട് കൊച്ചിയിലെ ആ ഒരു ഡേറ്റാ സെന്ററിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ കോഴിക്കോട്ടും അതേപോലെ തിരുവനന്തപുരത്തും ഓരോ ഡേറ്റാ സെന്ററും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴും വരുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ കൊച്ചി ഡേറ്റാ സെന്റർ ആയിരിക്കും കാണിക്കുന്നത്. മറ്റേതൊക്കെ അവൈലബിലിറ്റി സോൺ എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കൊച്ചിയിലുള്ള ഡേറ്റ നമുക്ക് 2 അഡീഷണൽ ഡേറ്റാ സെന്റേഴ്സിലും കൂടെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ അതാണ് അവൈലബിലിറ്റി സോൺ. അന്നേരം റീജൻ എന്ന് വെച്ചാൽ മിനിമം ഒരു ഡേറ്റാ സെന്റർ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഡേറ്റാ സെന്റർ ഉണ്ട്, ആ ഒരു ഡേറ്റാ സെന്ററെ നമ്മൾ റീജൻ എന്ന് വിളിക്കും. ഇനി ഒന്നിലധികം ഡേറ്റാ സെന്റർ ഒരു റീജനിലുണ്ട്, ആ റീജനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒന്നിലധികം, അതായത് പ്രൈമറി, സെക്കൻഡറി, അല്ലെങ്കിൽ ബാക്കപ്പ് ഡേറ്റാ സെന്റർ, അങ്ങനെ പല രീതിയിലായിരിക്കും അത് ഓരോ ക്ലൗഡിന്റെ ഓരോ കമ്പനിക്കാരും അതിനെ ഡിഫൈൻ ചെയ്യുന്നതും അതിനെ വിളിക്കുകയൊക്കെ ചെയ്യുന്നത് പല പേരിലായിരിക്കും അറിയപ്പെടുന്നത്. സോ ബേസിക്കലി നമ്മളൊരു സോൺ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു പ്രധാന ഡേറ്റാ സെന്റർ ഉണ്ടായിരിക്കും, ആ ഡേറ്റാ സെന്ററിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവർക്ക് അഡീഷണലി 1-2 ഡേറ്റാ സെന്റേഴ്സും കൂടെ ഉണ്ടായിരിക്കും. അപ്പം ഇത് എല്ലാ അഷ്യൂറിന്റെ എല്ലാ റീജിയനിലും ഇത് അവൈലബിൾ ആയിരിക്കണമെന്നില്ല. അഷ്യൂറിന് ഇത് എല്ലാ റീജിയനിലും ഇല്ല. വളരെ കുറച്ച് റീജിയനിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിഡൻഡന്റ് ആയിട്ടുള്ള ഡേറ്റാ സെന്റേഴ്സിന്റെ അവൈലബിലിറ്റി. അപ്പം അത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇവിടെ. അന്നേരം ആദ്യം നമുക്ക് ഇന്ത്യ നോക്കാം. ഇന്ത്യയിൽ നോക്കിയാൽ ഇപ്പം നിലവിൽ അഷ്യൂറിന് ഇന്ത്യ തന്നെ 3 റീജിയനായിട്ടാണ് അവർ തിരിച്ചേക്കുന്നത്. ഒന്ന് സെൻട്രൽ ഇന്ത്യ എന്ന് പറഞ്ഞ റീജിയൻ ഉണ്ട്, അത് പൂനെയാണ്. സൗത്ത് ഇന്ത്യ വരുന്നത് ചെന്നൈ ആണ്. വെസ്റ്റ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ മുംബൈയിലാണ്. അങ്ങനെ 3 റീജിയനായിട്ടാണ് അവർ ഇന്ത്യ തിരിച്ചേക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൈലബിലിറ്റി സോൺ ഇന്ത്യയിലില്ല. എല്ലാം ഓരോ ഇൻഡിവിജ്വൽ റീജിയനാണ്, അതായത് ഒരു ഡേറ്റാ സെന്റർ മാത്രമേ ഈ ഏരിയയിലുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മുംബൈയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു അവൈലബിലിറ്റി സോൺ ആയിട്ടല്ല പൂനെ വരുന്നത്, പൂനെ തന്നെ ഒരു റീജിയനായിട്ട് തന്നെയാണ് വരുന്നത്. അന്നേരം ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് ഇന്ത്യയിലുള്ളത്. അതേപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിനി US നോക്കിയാൽ ഇഷ്ടംപോലെ ഡേറ്റാ സെന്റേഴ്സ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഇപ്പം ഈസ്റ്റ് US എന്ന് പറഞ്ഞ വെർജിനിയയിലുള്ള ഈ ഡേറ്റാ സെന്റേഴ്സിന് ഇതിന് അവൈലബിലിറ്റി സോൺസ് ഒക്കെ ഉണ്ട്. അതായത് 3 ഡേറ്റാ സെന്റേഴ്സ് ഈ ഒരു ഡേറ്റാ സെന്ററിനെ തന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ളതുണ്ട്. സോ അങ്ങനെ ഓരോ ലൊക്കേഷൻ വൈസ് അവർക്ക്
പ്രത്യേകം ഡേറ്റ റിഡൻഡൻസി കീപ്പ് ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് ഫെയിൽ ഓവർ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ഫെയിൽ ഓവർ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു നെക്സ്റ്റ് അവൈലബിൾ സോണിലോട്ട് ഫെയിൽ ഓവർ ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഈ പറഞ്ഞ റിഡൻഡൻസി കീപ്പ് അപ്പ് ചെയ്യാനൊക്കെയാണ് നമ്മൾ അവൈലബിലിറ്റി സോൺ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഡേറ്റാ സെൻറ്റർ. അതേപോലെ ജോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഏരിയ ആണ് അല്ലെങ്കിൽ കൺട്രി വൈസാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലപ്പം നമുക്കിപ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഏഷ്യ പെസിഫിക് എന്നാണ്, ഇവിടെ ആഫ്രിക്ക എന്ന കോണ്ടിനെന്റിന്റെ പേരാണ്, അല്ലെങ്കിൽ ഏഷ്യ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ പറയുന്നത്. അതുപോലെ അഷ്യൂർ ഗവൺമെന്റിന്റെ ഉണ്ട്. സോ ഇതൊക്കെയാണ് ജോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാര്യമൊന്നുമില്ല, ഒരു എന്താ പറയുക, ഒരു റൂളൊന്നുമില്ല അതിനെ എങ്ങനെ വിളിക്കണമെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു കൺട്രി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ എന്താ പറയുക, ഒരു ഡേറ്റാ സെൻറ്റർ അല്ലെങ്കിൽ കുറേ ഡേറ്റാ സെൻറ്റേഴ്സ് ഉള്ള ഒരു ഏരിയ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ അകത്ത് റീജൻ വരുമ്പോഴാണ് ഒരു ഡേറ്റാ സെൻറ്റർ എന്ന് പറഞ്ഞു വരുന്നത്. അതിൻ്റെ അകത്ത് അവൈലബിലിറ്റി സോൺ വരുമ്പം ഒരു റീജൻ്റെ കീഴിൽ മൾട്ടിപ്പിൾ ഡേറ്റാ സെൻറ്റേഴ്സ് ഉള്ളതുകൊണ്ടാണ് അവൈലബിലിറ്റി സോൺ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്നത്. സോ ഇതാണ് അഷ്യൂറിൻ്റെ ഈ ഒരു ഗ്ലോബൽ സെറ്റപ്പ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതൊക്കെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. പിന്നെ ഈ ഒരു എഡ്ജ് സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈറ്റ് വഴിയാണ് ബാക്കിയുള്ളിടത്തോട്ടൊക്കെ കണക്ടിവിറ്റി വരുന്നത്. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് കണക്ടിവിറ്റി എല്ലാം പോകുന്നത് ഈ ഒരു എഡ്ജ് സൈറ്റ് വഴിയായിരിക്കും. അതേപോലെ നമ്മൾ ഈ കാണുന്ന ഈ വരകളെല്ലാം വാൻ ലിങ്കാണ്. ഇത് കടലിനടിയിൽ കൂടെയൊക്കെയുള്ള ലിങ്കുകളാണ്. ഇത് പല ISPകളും അല്ലെങ്കിൽ പല നെറ്റ്വർക്കിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതുപോലെ കേബിൾ വലിച്ചിട്ടുള്ള പല കമ്പനിക്കാരുമാണ് ഇതിൻ്റെയൊക്കെ കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. ഇതെല്ലാം മൈക്രോസോഫ്റ്റ് തന്നെ കേബിൾ ലേ ചെയ്യണമെന്നില്ല. സോ അങ്ങനെ ആണ് ഇത് കംപ്ലീറ്റ്ലി ഇവരൊരു ക്ലൗഡ് നെറ്റ്വർക്ക് സെറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു പൂ പോലെ കാണുന്നത് അനൗൺസ് ചെയ്തേക്കുന്ന പുതിയ പുതിയ ഏരിയാസ് ആണ്. അങ്ങനെ കുറേ ഇടത്ത് പുതിയ പുതിയ ഡേറ്റാ സെൻറ്റേഴ്സൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് അവൈലബിലിറ്റി സോൺസ് ആണ് അനൗൺസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു ഡേറ്റാ സെൻറ്ററിനെ സപ്പോർട്ട് ചെയ്യാൻ മറ്റൊരു ഏരിയയിലൊക്കെ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വട്ടം കാണുന്ന അവൈലബിലിറ്റി അനൗൺസ് റീജിയൻസ് ആണ്. അതായത് ഇതൊരു റീജിയൻ ആണ്. അതേപോലെ തന്നെ ഇതുപോലെ എവിടെയൊക്കെയാലും വട്ടം കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ ഒരു റീജിയൻ ആണ്. അപ്പോൾ ഇത് എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും, എപ്പോഴും ഇത് സ്റ്റാറ്റിക് ആയിരിക്കണമെന്നില്ല. അവർ പുതിയ പുതിയ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. അപ്പം ഈ ഒരു ലിങ്ക് ഞാൻ നമ്മളുടെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പം നിങ്ങളിത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതൊക്കെയാണ് പുതിയതായിട്ട് വരുന്നതെന്നും അപ്കമിങ് ആയിട്ടുള്ളതും. ഇതിൻ്റെ കംപ്ലീറ്റ് ഒരു നെറ്റ്വർക്കും അല്ലെങ്കിൽ അവരുടെ ഒരു അഷ്യൂർ എങ്ങനെയാണ് ബിൽഡ് ചെയ്തേക്കുന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും. അപ്പോൾ ഇത് അവർ എപ്പോഴും പുതിയ പുതിയ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ഇവരിനകത്ത് കൊണ്ടുവന്നേയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ റീജിയനിലും ഓരോ സ്പെസിഫിക് പ്രോഡക്റ്റുകളുണ്ട്. എല്ലാ പ്രോഡക്റ്റും എല്ലാ റീജിയനിലും അവൈലബിൾ ആയിരിക്കണമെന്നില്ല. അന്നേരം നമ്മളിപ്പം ചിലപ്പം ഇപ്പം ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ചില പ്രൊഡക്റ്റുകളുണ്ടാവും, ചില പ്രൊഡക്റ്റ് ഇന്ത്യയിൽ അത് അവൈലബിൾ ആയിട്ട് ഉണ്ടാവത്തില്ല. അപ്പം അതിൻ്റെ ഒരു POCയും അല്ലെങ്കിൽ അതിൻ്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കംപ്ലീറ്റ് ഡിപ്ലോയ്മെൻ്റ് ഒക്കെ സെറ്റായതിനു ശേഷം ഒരു പബ്ലിക്കിന് അത് ഓപ്പൺ ആയി കൊടുക്കുകയുള്ളൂ. അന്നേരം പുതിയ പുതിയ അനൗൺസ്മെൻറ്റും പുതിയ പുതിയ പ്രോഡക്റ്റുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ അനൗൺസ് ചെയ്യാറുണ്ട്. മെയിൽ നോട്ടിഫിക്കേഷനൊക്കെ വരാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴെങ്കിലും ഒരു സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എപ്പോഴും ആ സ്പെസിഫിക് സൊല്യൂഷൻ്റെ ആ ഐറ്റംസ് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്ന സർവീസുകൾ ആ സ്പെസിഫിക് റീജിയനിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മളൊരു സൊല്യൂഷൻ ഡിസൈൻ ചെയ്യാനായിട്ട്. സോ അതും ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഏതൊരു ക്ലൗഡ് സർവീസ് എടുത്താലും, അഷ്യൂർ എടുത്താലും, ഇപ്പം ഗൂഗിൾ ക്ലൗഡ് പ്ലാറ്റ്ഫോം എടുത്താലും, അല്ലെങ്കിൽ നമ്മളുടെ AWS എടുത്താലും നമ്മൾ നോക്കേണ്ടത് ആ സർവീസ് അവൈലബിലിറ്റി ആ സ്പെസിഫിക് റീജിയനിലോ അല്ലെങ്കിൽ ആ സോണിലോ ഒക്കെയോ അവൈലബിൾ ആണോ എന്ന് നോക്കണം. പ്രത്യേകിച്ച് റിഡൻഡൻസിയും കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ചില അവൈലബിലിറ്റി സോണിൽ ചില കാര്യങ്ങൾ റൺ ആവത്തില്ലായിരിക്കും. ഇപ്പം ഇൻ കേസ് ഒരു മെയിൻ റീജിയൻ്റെ കീഴിൽ തന്നെ 4 അവൈലബിലിറ്റി സോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഈ 4 അവൈലബിലിറ്റി സോണിലും ഈ മെയിൻ പ്രൈമറി റീജിയൻ സപ്പോർട്ട് ചെയ്യുന്ന സർവീസുകളെല്ലാം റൺ ആവണമെന്നില്ല. ചിലപ്പോൾ 2 സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. സോ അതും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇതിനകത്ത് ഓരോ ഡേറ്റാ സെൻറ്ററിലും ഈ ഇൻഡിവിജ്വൽ ഡേറ്റാ സെൻറ്റേഴ്സാണ് ഇതെല്ലാം. ഈ ഇൻഡിവിജ്വൽ ഡേറ്റാ സെൻറ്റേഴ്സിലും ഓരോന്നിലും എന്ത് സർവീസാണ് റൺ ചെയ്യുന്നുള്ള കാര്യം എല്ലാം കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷമേ നമ്മൾ ഒരു സൊല്യൂഷൻ പ്രപ്പോസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു പ്ലാൻ ചെയ്യാവുള്ളൂ. കാരണം ഇത് എപ്പോഴും അപ്ഡേറ്റ് ആകണം. കാരണം ഇന്ന് നമ്മൾ ചിലപ്പം നോക്കുമ്പം ഒരു സർവീസ് ഉണ്ടാവില്ല എന്ന് വെച്ചുകൊണ്ട്
ഒരു 2 മാസം കഴിഞ്ഞ് ചിലപ്പോൾ നോക്കുവാണെങ്കിൽ ആ സർവീസ് അവൈലബിൾ ആയിരിക്കും. സോ അതുകൊണ്ട് അത് ചെക്ക് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ഇതിനകത്ത് പറയാനുള്ളത്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അന്നേരം നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസിൽ ഇടുക, അന്നേരം അതിന് ആൻസേഴ്സ് കിട്ടുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്, ഹാവ് എ നൈസ് ഡേ.